ഹായ് ഫ്രണ്ട്സ്, നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 75 മിനിറ്റ്സ് ചാർട്ടാണ്. ഇന്നലെ രാവിലെ 6 മണിയുടെ വീഡിയോയിൽ നമ്മൾ എന്താണ് പറഞ്ഞത് അതുതന്നെയാണ് എക്സാക്റ്റ് ആയിട്ട് ഇന്നലെ മാർക്കറ്റിൽ സംഭവിച്ചത്. നമ്മൾ പറഞ്ഞു ഒരു കോൺട്രാക്ഷനിലാണ്, കോൺട്രാക്ഷൻ കഴിഞ്ഞാൽ എക്സ്പാൻഷൻ സംഭവിക്കണം. ഇതാണ് ലെവൽ. ഈ ലെവലിൽ നിന്നാണ് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയത്. ഈ ലെവലിൽ നിന്നുമാണ് നമ്മൾ പോയത്. ഇന്നത്തെ ക്യാൻഡിലാണ്, ഫസ്റ്റ് ക്യാൻഡിൽ ഇതാണ് ഇന്നലത്തെ ലാസ്റ്റ് ക്യാൻഡിൽ ഇതാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു കോൺട്രാക്ഷൻ ലെവലിലാണ് കിടക്കുന്നത്, എക്സ്പാൻഷൻ അത്യാവശ്യമാണ്, എങ്ങോട്ട് പോകും നമുക്കറിയില്ല. ആ ഒരു കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എക്സ്പാൻഷൻ ബ്യൂട്ടിഫുൾ ആയിട്ട് സംഭവിച്ചത് ഫസ്റ്റ് ക്യാൻഡിൽ 70 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലാണിത്. ആ ക്യാൻഡിൽ വോളിയം ഉണ്ടോ നമുക്ക് നോക്കാം. ഈ ക്യാൻഡിലാണ് ഡീസൻറ്റ് വോളിയം ഉണ്ട്. അതിനുശേഷം വന്ന ക്യാൻഡിൽസ് ഒക്കെ നോക്കൂ. ആ ബ്രേക്ക് ഔട്ടിന് കൺഫർമേഷൻ ബ്രേക്ക് അത് ക്യാൻഡിൽ വന്നു. നെക്സ്റ്റ് ക്യാൻഡിൽ ആ ക്യാൻഡിൽ ഇതിൻ്റെ ഹൈയുടെ മേളിൽ ക്ലോസ് ചെയ്തു. അതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡാർക്ക് പ്രൈസ് ആക്ഷൻ സോണിന് മേളിലാണ് കംപ്ലീറ്റ് ബ്രേക്ക് ഔട്ട് നടത്തുന്നത്, കംപ്ലീറ്റ് ക്ലോസിങ് വന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ഇന്നലത്തെ അനാലിസിസ് കറക്റ്റായിട്ട് തന്നെ മാർക്കറ്റ് നമ്മുടെ അനാലിസിസിനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ എന്ത് രീതിയിലാണ് അനലൈസ് ചെയ്തത് അതിനാണ് ആ മാർക്കറ്റിൽ സംഭവിച്ചത്. സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് പോയിന്റ്. ഇനി ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. നിഫ്റ്റി വളരെ സോളിഡായിട്ടുള്ള ഫോമിലാണ് നിൽക്കുന്നത്. സോ ഇതാണ് ഇതിന് ഈ ഒരു പീച്ച് ബോൾ എന്ന് പറയും. പീച്ച് ബോളിനെ കട്ട് ചെയ്ത ക്യാൻഡിൽ ഇതാണ്. നാച്ചുറലി പീച്ച് ബോളിനെ കട്ട് ചെയ്യുമ്പോൾ നാച്ചുറലി ഒരു പുൾ ബാക്ക് ഒക്കെ പ്രതീക്ഷിക്കാം. ആ പുൾ ബാക്കാണ് ഈ ക്യാൻഡിൽ. സോ ആ ക്യാൻഡിൽ വോളിയം ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ആവറേജ് വോളിയം ഉള്ളൂ, പ്രത്യേകിച്ച് നമുക്ക് എടുത്ത് പറയാനായിട്ടൊന്നുമില്ല. ഒരു പക്ഷേ നാളെ ഒന്ന് താഴെ ഇറങ്ങി ഒരു പുൾ ബാക്കിലേക്ക് ഒന്നുകൂടെ എന്താ പറയേണ്ടത്, ബ്രേക്ക് ഔട്ടിന് ശേഷമുള്ള പുൾ ബാക്ക് ഒരു പക്ഷേ വരുമോ എന്ന് ചോദിച്ചാൽ നമുക്കതൊക്കെ പ്രതീക്ഷിക്കാം. അതൊക്കെ നാച്ചുറലി മാർക്കറ്റിലുള്ള കാര്യങ്ങളാണ്. സോ അങ്ങനെ വന്നാൽ ആദ്യത്തെ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇതാണ്. ഫസ്റ്റ് സപ്പോർട്ട് സോൺ ഇതാണ് ഫസ്റ്റ് സപ്പോർട്ട് സോൺ. ദാറ്റ് മീൻസ് ഒരു പുൾ ബാക്കിലേക്ക് വന്നാൽ ശരിക്കും ഒരു ഈ ലെവൽ 24,439 സംതിങ് 24,400 ഒരു 10-15 പോയിന്റ് അങ്ങോട്ടൊക്കെ മാറ്റി വെച്ചു. 24,425 മുതൽ 430 പോലെയുള്ള സോണിൽ സോ നിഫ്റ്റിക്ക് തീർച്ചയായും സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതകളുണ്ട്. ഒരുപക്ഷെ എടുത്തിട്ടായിരിക്കാം തിരിച്ചു കയറ്റാം, നമുക്കറിയില്ല തിരിച്ചു കയറുമോ ഇല്ലയോ, ഇനി ഇവിടുന്ന് പ്രൊഫിപ്പിക്കാൻ വരുമോ, അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. നമ്മൾ കണ്ട കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. കാണാത്ത കാര്യങ്ങളൊന്നും നമ്മൾ പ്രവചനങ്ങളൊന്നും നമുക്കില്ല. ജസ്റ്റ് കാണുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക, ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ലെവലിൽ വീണ്ടും ഒരു ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ബിൽഡപ്പാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്താനുള്ള സാധ്യത തീർച്ചയായും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതകൾ എപ്പോഴും മാർക്കറ്റിലുണ്ട്. മാർക്കറ്റ് ഒരിക്കലും കയറി പോകത്തില്ല. മാർക്കറ്റ് എന്താ പറയുക, കയറി ഇറങ്ങി കൺസോളിഡേറ്റ് ചെയ്തു, ഇങ്ങനെയൊക്കെയാണ് നല്ല മാർക്കറ്റ്സ് വർക്ക് ചെയ്യുന്നത്. സോ ആ രീതി നോക്കാൻ നേരത്ത് ഒരു പക്ഷേ ഇവിടെ സപ്പോർട്ട് എടുത്തേക്കാം. നോ കൺഫർമേഷൻ, ജസ്റ്റ് നമ്മുടെ ഒരു കണക്കൂട്ടൽ മാത്രമാണ്. കണക്കൂട്ടൽ കറക്റ്റായിട്ട് നടത്താൻ നന്നായി എന്ന് പറയാൻ സാധിക്കും. സോ നിഫ്റ്റിയെക്കുറിച്ച് കൂടുതലൊന്നും പറയാനിട്ടില്ല. ഇന്ന് ബാങ്ക് നിഫ്റ്റി നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റി നോക്കുക, നിങ്ങൾ 75 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ് ഇന്ന് നമ്മൾ വരച്ചിട്ട് അതേ ടൈം ഫ്രെയിമിലാണ് ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഇതൊന്നും ഈ വരയിലൊന്നും ഞാൻ മാറ്റം വരുത്തിയിട്ടില്ല. ഇന്നലത്തെ അതേ ലെവൽ തന്നെയാണ്. അതിനുശേഷം എന്താ സംഭവിച്ചത്? ബ്രേക്ക് ഔട്ട് കൊടുത്തത് തൊട്ട് മുമ്പിൽ എന്താ പറയുക, റെസിസ്റ്റൻറ്റ് ഹെഡാണ്, റെസിസ്റ്റൻസ് ആണുള്ളത്. പുൾ ബാക്ക് വന്നു. പുൾ ബാക്ക് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് പുൾ ബാക്ക് കഴിഞ്ഞ് റെസിസ്റ്റൻസിൽ ബിൽഡപ്പാണ് നടക്കുന്നത്. സോ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് പുൾ ബാക്ക് വന്ന റെസിസ്റ്റൻസ് ബിൽഡപ്പാണ് നടക്കുന്നത്. ദാറ്റ് സീംസ് ടു ബി ഗുഡ് എന്ന് വേണം പറയാൻ സാധിക്കും. നിങ്ങൾ നോക്കും ഈ ക്യാൻഡിൽ പുൾ ബാക്ക് ക്യാൻഡിൽ വോളിയമില്ല. അത് കഴിഞ്ഞ് വന്ന ഒരു സപ്പോർട്ട് ക്യാൻഡിലാണ്. സപ്പോർട്ട് ക്യാൻഡിലും വോളിയം കമ്പാരിറ്റീവ്ലി കുറവാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ബ്രേക്ക് ഔട്ടിന് കൺഫർമേഷൻ വന്നിട്ടില്ല. ബ്രേക്ക് ഔട്ട് സംഭവിച്ചത്, ബ്രേക്ക് ഔട്ടിൻ്റെ ഹൈ എന്ന് പറയുന്നത് 52,600 രൂപ ആണെങ്കിൽ അതിന് മേളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. ആ ക്ലോസിങ് ഇതുവരെ വന്നിട്ടില്ല. സോ ബ്രേക്ക് ഔട്ട് കൺഫർമേഷൻ നമുക്കറിയില്ല എപ്പോഴാണ് വരുന്നതിനെ കുറിച്ച് നമുക്കറിയില്ല. ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ പാടെ പുൾ ബാക്ക് വന്നു. ഈ പുൾ ബാക്ക് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ടിന് കൺഫർമേഷൻ വന്നിട്ടില്ല. ബ്രേക്ക് ഔട്ട് കഴിഞ്ഞു പുൾ ബാക്ക് വന്നു. ഇതിൻ്റെ മേളിൽ ഒരു ക്യാൻഡിൽ കൂടെ ക്ലോസ് ചെയ്താൽ നമുക്ക് കൺഫർമേഷൻ എന്ന രീതിയിൽ നമുക്കത് കാണാൻ സാധിക്കും. ഒരു പക്ഷേ അടുത്ത ദിവസങ്ങൾക്ക് വരാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം. വിൽ വെയിറ്റ് ആൻഡ് സീ. നമ്മൾ ഇതുവരെ അനലൈസ് ചെയ്യാത്ത വേറെ ഇൻഡെക്സ് ആണ് ഫിം നിഫ്റ്റി. സോ ഫിം നിഫ്റ്റിയും കൂടെ നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. 70 മിനിറ്റ്സ് ക്യാൻഡിലാണ്. ഞാൻ സാറിന് 70 മിനിറ്റ്സിലാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നൊരു വ്യക്തി. സോ നമ്മൾ നോക്കാൻ നേരത്തെ സ്വിംഗ് ലോയിൽ നിന്നും ആണ് ഇത് ഹൈ വരെ പോയത്. സോ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് നോക്കുക, കറക്റ്റ് 382 ഫിബിലാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. 382 ഫിബിൽ സപ്പോർട്ട് എടുത്തിട്ട് 236 ആ റെസിസ്റ്റൻസിൽ ഹിറ്റ് ചെയ്തതിന് ശേഷം ഇതാണ് 2-3 റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്ത ലെവൽ ഇതാണ്. സോ ദിസ് ഈസ് ലെവൽ. സോ ആ ലെവലിൽ നമുക്ക് നോക്കുവാണെങ്കിൽ സോ ദിസ് വിൽ വർക്ക് ആസ് എ റെസിസ്റ്റൻസ് സോൺ. ഇത് റെസിസ്റ്റൻസ് സോണായിട്ട് വർക്ക് ചെയ്തു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന് ശേഷം നിഫ്റ്റി നിങ്ങൾ നോക്കൂ, ഈ ലെവലിൽ തിരിച്ചു വന്ന് സപ്പോർട്ട് എടുക്കുമെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഒരു ചെറിയ ട്രെൻഡ് ലൈൻ വരച്ചാൽ നിങ്ങൾ നോക്കുക, ആ ട്രെൻഡ് ലൈൻ്റെ താഴെയാണ് ക്ലോസ് ഏരിയ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരു കാര്യം, ഈ ലെവലിൽ ഒരു റെസിസ്റ്റൻസ് സോൺ ഉണ്ട് ശരിക്കും. സോ ആ സോൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് താഴത്തേക്ക് വരാൻ നേരത്ത് പ്രീവിയസ് റെസിസ്റ്റൻസ് സോൺ അതിപ്പോൾ സപ്പോർട്ടഡ് ആക്ട് ചെയ്യും.
ഇതാണ് പ്രീവിയസ് റെസിസ്റ്റൻസ് സോൺ, അതാണ് ഇപ്പോൾ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെ തിരിച്ച് കയറുമെന്ന് വെച്ചാൽ നമുക്ക് പ്രവചനങ്ങളൊന്നുമില്ല, വിൽ വെയിറ്റ് ആൻഡ് സീ. സോ ഇന്നലെ തകർപ്പനായിട്ട് കയറിയ സ്റ്റോക്കാണ് ശാരദ മോട്ടോഴ്സ്. സോ സംതിങ് അറൗണ്ട് ഇന്നലെ തന്നെ ഈ സ്റ്റോക്ക് സംതിങ് അറൗണ്ട് 18.92% ആണ് അപ്പ് കൊടുത്തത്. ഇതെന്താണ് കയറാനുള്ള ഒരു പ്രൈസ് ആക്ഷൻ എന്താണെന്ന് കാണിച്ചു തരാം. സോ നിങ്ങൾ ഈ ക്യാൻഡിൽ ഈ ലെവൽ 75 മിനിറ്റ്സ് ലെവലാണ് ഈ ക്യാൻഡിൽ വന്നിരിക്കുന്നത്. സോ നമ്മളൊരു പീച്ച് ബോൾ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് പീച്ച് ബോൾ ലെവൽ കൺസെപ്റ്റ് എന്ന് പറയുന്ന സാധനം. സോ ഇത് ഒരു ചാട്ടൊന്നും കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകില്ല, പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ലോ ഹിറ്റ് ചെയ്തു. സോ ലോയെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, നമ്മൾ ഫസ്റ്റ് ഒരു ഫിബ് എടുക്കും. ഫിബിന് ശേഷമാണ് ലോ കറക്റ്റാണെന്ന് എടുക്കുന്നത്. സോ 382 സപ്പോർട്ട് എടുത്തു. ദാറ്റ് മീൻസ് ആ ലോ പരിധി വരെയൊക്കെ കറക്റ്റായിരുന്നു. ലോ എന്ന് പറയുന്ന സാധനം കറക്റ്റായത് മനസ്സിലാക്കാൻ പറ്റും. നോ നമ്മളിവിടെ ഒരു സപ്പോർട്ട് ഒരു ഡെവലപ്പ് ചെയ്യുകയാണ്. നമ്മളിവിടെ സപ്പോർട്ട് വരച്ചു. ഈ സപ്പോർട്ട് വരച്ചാൽ ഇതിനകത്തുള്ള പ്രൈസ് ആക്ഷൻ, സിമ്പിൾ പ്രൈസ് ആക്ഷൻ നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. ഞാൻ ജസ്റ്റ് പറയുവാണ്, ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തത് 2395 ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തത് 2002 ക്ലോസ് ചെയ്തത്. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തത് 2007 ക്ലോസ് ചെയ്തത്. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തത് 2010. ദാറ്റ് മീൻസ് ഈ ക്യാൻഡിൽ മുകളിൽ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, അതിന് മുകളിൽ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, അതിന് മുകളിൽ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. ദാറ്റ് മീൻസ് പ്രൈസ് ആക്ഷൻ നിങ്ങൾ നോക്കിയാൽ ഓരോ ക്യാൻഡിൽ ക്ലോസും തൊട്ട് മുമ്പിലത്തെ ക്ലോസിനേക്കാളും മുകളിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ റിജക്ഷൻ വന്നു, സപ്പോർട്ടേ വന്നിട്ട് ഇവിടെ സപ്പോർട്ട് വന്നു, ഇവിടെ സപ്പോർട്ട് റിജക്ഷൻ വന്നു, ഇവിടെ സപ്പോർട്ടിലേ വന്നില്ല. അതിന് മുമ്പേ സ്റ്റോക്ക് നേരെ ആൾക്കാർ വലിച്ചുകൊണ്ട് പോയി ശരിക്കും. സോ ദാറ്റ് മീൻസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അത്ര എക്സ്പെർട്ടായിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ ട്രേഡർ ആണെങ്കിൽ നിങ്ങളുടെ എക്സ്പ്ലോറേഷൻ സോൺ എന്ന് പറയുന്നത് ഈ ലെവലാണ്. കാര്യം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കണം. ഈ ഒരു സോൺ ഉണ്ടല്ലോ, ഇതിന് താഴെ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതാണ്. യു വിൽ ബി മോർ സേഫ്. സപ്പോസ് സ്റ്റോക്കിൽ എന്തെങ്കിലും ഒരു നമ്മുടെ പ്രതീക്ഷയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട് വന്നാലും ഈ ലെവലിൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാൻ സാധിക്കും. എനിവേ അതിനുശേഷം എന്താ സംഭവിച്ചത്, അപ്പോൾ ഇതാണ് ബേസിക് പ്രൈസ് ആക്ഷൻ അനാലിസിസ്. നിങ്ങൾ പഠിക്കേണ്ട കാര്യം, നേരെ സ്റ്റോക്ക് ഇത് റെസിസ്റ്റൻസ് സോണാണ്. സോൺ ഇവിടം വരെ വരും, ദിസ് റെസിസ്റ്റൻസ് സോൺ. ആ സോൺ ഹിറ്റ് ചെയ്ത് സ്റ്റോക്ക് നേരെ താഴെ പോയി. താഴെ പോയതിനു ശേഷം എന്താ സംഭവിച്ചത്, ഈ സപ്പോർട്ട് സെഗ്മെന്റിൽ സ്റ്റോക്ക് വന്നോ, വന്നില്ല. പകരം എന്താ സംഭവിച്ചത്, ഈ 3 ക്യാൻഡിലിൻ്റെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ 3 ക്യാൻഡിലിൻ്റെ കോമൺ സോൺ, ഇതാണ് കോമൺ സോൺ, ഇതാണ് കറക്റ്റ് കോമൺ സോൺ. ആ സോണിലാണ് സ്റ്റോക്ക് തിരിച്ച് താഴെ വന്നിട്ട് സപ്പോർട്ട് എടുത്തത്. ദാറ്റ് മീൻസ് ഹയർ ലോ വീണ്ടും ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഓരോ ക്ലോസിങ്ങും ഹയർ ആയിരുന്നു, ഇവിടെ ഓരോ ലോസും ഹയർ ആണ്. അതിൻ്റെ അർത്ഥം സ്റ്റോക്കിൽ ഹ്യൂജ് ബുള്ളിഷ്നെസ്സാണ് കാണിക്കുന്നത്. അതിനുശേഷം എന്താ സംഭവിച്ചാൽ സ്റ്റോക്ക് ഇത് ഈ ഭാഗത്ത് ഒരു ജസ്റ്റ് നിങ്ങൾ ഈ ഭാഗം നോക്കൂ, ഈ ഭാഗത്ത് എന്താ സംഭവിക്കുന്നത്, ലോ ഓഫ് പൊളാരിറ്റി സോൺ ആണിത്. സോ ലോ പൊളാരിറ്റി സോൺ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വരയ്ക്കാം. ദിസ് ഇസ് LOP സോൺ, ഇതാണ് ലോ പൊളാരിറ്റി സോൺ എന്ന് പറയുന്ന സംഗതി. സോ ഈ ലോ പൊളാരിറ്റി സോണിലാണ് സ്റ്റോക്ക്, ഇതാണ് LOP സോൺ. ആ സോണ് കട്ട് ചെയ്ത് പോയി സ്റ്റോക്കിൽ ഹ്യൂജ് മൊമെൻറ്റം ബിൽഡപ്പ് ചെയ്ത് കയറിപ്പോയി. സോ നിങ്ങളെ സംബന്ധിച്ച് ദിസ് ഇസ് യുവർ ഫസ്റ്റ് എക്സ്പ്ലോറേഷൻ സോൺ, ദിസ് ഈസ് യുവർ സെക്കൻഡ് എക്സ്പ്ലോറേഷൻ സോൺ. ഞാനിവിടെ ഒരു ഇൻഡിക്കേറ്ററും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഫിബ് മാത്രമേ എടുത്തിട്ടുള്ളൂ, സിമ്പിൾ പ്രൈസ് ആക്ഷൻ അനാലിസിസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആൻഡ് സീ ദി വോളിയം നോക്കൂ, നിങ്ങൾ കയറുന്ന ക്യാൻഡിലിൽ വോളിയം ഉണ്ട് അല്ലേ, ഇറങ്ങുന്ന ക്യാൻഡിൽസിലൊന്നും വോളിയമില്ല. അതാണ് പ്രൈസ് ആക്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതൊക്കെ കണ്ടമാനം നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രൈസ് ആക്ഷൻ ഒരു എക്സ്പെർട്ടിൻ്റെ അടുത്ത് പോയി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള സെട്ടിൽ പ്രൈസ് ആക്ഷൻ വെച്ച് സ്റ്റോക്കുകൾ എടുക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് എടുത്ത് പറയുന്നു. ജസ്റ്റ് ഒരു ചാർട്ട് കണ്ടുകൊണ്ടൊന്നും നിങ്ങൾക്ക് കൂടെ ഒരു പരിധി കൂടെ മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം ദർ ആർ സോ മെനി വെറൈറ്റീസ് ഓഫ് പ്രൈസ് ആക്ഷനാണ് ഒരു സ്റ്റോക്ക് നടക്കുന്നത്. ഇന്നത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെൻട്രിയാണ് ഡീലേഴ്സിൻ്റെ അടുത്ത്, എസ്പെഷ്യലി 4 വീലേഴ്സ് കെട്ടിക്കിടക്കുന്നത്. സോ ജൂണിൽ കമ്പനിയിൽ നിന്നും ഡീലേഴ്സിൻ്റെ അടുത്ത് എത്തിയത് 3,41,000 വണ്ടികളാണ് എത്തിയത്. എന്നാൽ രജിസ്ട്രേഷൻ നടന്നത് 2,81,600 വണ്ടിക്ക് രജിസ്ട്രേഷൻ നടത്തുള്ളൂ. മനസ്സിലാവും. ഇത് കഴിഞ്ഞ വർഷം ജൂണിൽ മാത്രം എന്താ പറയണ്ടത് 3,02,000 വണ്ടികളുള്ള സ്ഥലത്താണ് രജിസ്ട്രേഷൻ താഴെ വന്നിട്ട് 2.81 lakhs ആയിട്ട് കുറഞ്ഞത്. ഡിമാൻഡ് കണ്ടമാനം കുറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഡിമാൻഡ് കൂട്ടാനായിട്ടുള്ള പ്രവർത്തന ചെലവ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് നിന്നും ഡീലറിൻ്റെ അടുത്തത്തെ വണ്ടികൾ പ്ലസ് മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് ഓൾറെഡി ഒരു വണ്ടിയിലും കൂടി ചേരുമ്പം സംതിങ് അറൗണ്ട് 6 ലക്ഷം യൂണിറ്റ് വണ്ടികളാണ് എക്രോസിൻ്റെ കെട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത്. ഇത് ചെറിയ കാര്യമില്ല, വലിയ കാര്യമാണ്. കാരണം മൂവ്മെൻറ്റ് നടക്കുന്നില്ല. നോർത്ത് ഇന്ത്യയിലെ ഹീറ്റ് വേവും ഓവറോളായിട്ടുള്ള ഒരു സ്ലഗിഷ്നെസ്സും കൊണ്ടാണ് 4 വീലേഴ്സ് മൂവ്മെൻറ്റ് വീക്കായിരിക്കുന്ന കാര്യം പ്രത്യേകം എടുത്ത്